കോഴിക്കോട് വിലങ്ങാട് മലയങ്ങാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയെന്ന വാർത്ത ഞാൻ പറഞ്ഞതാണ്. ഇന്ന് പുലർച്ചയോടെ എത്തിയ ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, പറയൂ വിവരങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ വിലങ്ങാട് മേഖലയിലേക്ക് ആനക്കൂട്ടം വീണ്ടും എത്തിയത്. ഈ പ്രദേശത്തെ കൃഷി ഒട്ടാകെ ഈ ആനകൾ ചേർന്ന് നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് ഒരൊറ്റയാൻ ഇറങ്ങിയത്. അന്നും സമാനമായ രീതിയിൽ കൃഷി നശിപ്പിച്ചിരുന്നു. പടക്കം പൊട്ടിച്ചൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അന്ന് ആനയെ വനത്തിലേക്ക് തുരത്തുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണിത്. അതിനാൽ തന്നെ കാട്ടാനകൾ ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയുമാണ്. നാട്ടുകാർ പറയുന്നത് അവർക്കിവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമില്ല, കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ്. നിരന്തരമായി ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നത്, അതും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അവരുടെ ജീവന് ഭീഷണിയാണ്, അവരുടെ സ്വത്തിന് ഭീഷണിയാണ്. ഇത്തരത്തിൽ കൃഷികളൊന്നും തന്നെ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നും അവർ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, കഴിഞ്ഞ ഒരു വർഷമായി ഏതാണ്ട് 10ഓളം തവണ ഈ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒരു കമ്പിവേലി അല്ലെങ്കിൽ ഒരു വൈദ്യുതി വേലി ഈ മേഖലയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ആനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയും ആന ഇറങ്ങിയിരിക്കുന്നു. നിലവിൽ ഈ ആന വനത്തിലേക്ക് കയറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എസ്കെ, താങ്ക് യു അഭിജിത്ത്.